ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ BLDC ഫാനിന്റെ മെയിൻ്റെനൻസ് വർക്കായിട്ട് വന്നാണ്. അപ്പോൾ മെയിൻ്റെനൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാന് ഓൺ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 10 മിനിറ്റ് വർക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ELCB ട്രിപ്പ് ആവുകയാണ്. അപ്പോൾ നമ്മളവിടെ സൈറ്റിലെത്തി ഫാനിന്റെ മോട്ടർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിലത്തെ ഒരു പാർട്സ് MOV സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സർജ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ആ MOV കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് BLDCയുടെ ആറ്റംബർഗ് റിനീസ പറഞ്ഞൊരു മോഡലായിരുന്നു. അപ്പോൾ അതിൽ ഇതേപോലത്തെ ഒരു സർജ് പ്രൊട്ടക്ഷൻ മോഡൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സർജ് പ്രൊട്ടക്ഷൻ ഉള്ളത് കാരണം തന്നെ നമ്മുടെ ബോർഡ് കംപ്ലൈൻ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് പുതിയൊരു സർജ് പ്രൊട്ടക്ഷൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. പഴയ MOV ആണ് നമ്മുടെ കയ്യിലുള്ളത്, പുതിയ MOV നമ്മളതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു MOV പോയത് കൊണ്ടാണ് ഫാന് ELCB ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ELCB മൈനോട്ട് എർത്ത് ലീക്ക് കാരണം ELCB ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ MOV അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഴയ MOV അഴിച്ചു മാറ്റി നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഭാഗം സ്പാർക്കായിട്ട് ഷോർട്ടായിട്ട് പോയിരിക്കുകയാണ്. അതിൻ്റെ 2 ലെഗും എർത്ത് ന്യൂട്രലിൻ്റെ ഒരു ലെഗും അതുപോലെ തന്നെ ഫേസിൻ്റെ ഒരു ലെഗും കൂടിയിട്ട് എർത്തായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മുടെ ഫാൻ്റെ റാഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടാവാം നമുക്ക് ആ ELCB സെൻസ് ചെയ്തിട്ട് ട്രിപ്പായത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഫാൻ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സർജ് പ്രൊട്ടക്ഷൻ ഫാനിന്റെ PCBക്ക് കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സർജ് പ്രൊട്ടക്ഷൻ നമ്മുടെ ഫാനിന് വളരെ ഹെൽപ്ഫുൾ ആണ്.